ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 4ാമത്തെ മൊഡ്യൂളിൽ ലേസർ എന്നുള്ള ഭാഗത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. എന്താണ് ലേസർ എന്നും അതിൻ്റെ ടൈപ്സും ആപ്ലിക്കേഷൻസും ഒക്കെ. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നു അതൊരു സെക്ഷനാണ്. ഇനി നമ്മൾ അടുത്തൊരു സെക്ഷനാണ് 4ാമത്തെ മൊഡ്യൂളിലെ 2ാമത്തെ സെക്ഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ക്വാണ്ടം തിയറി. ഓക്കെ, ക്വാണ്ടം തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ലൈറ്റിൻ്റെ ക്വാണ്ടം തിയറിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലൈറ്റ് എന്താണെന്ന് അറിയും. ഇപ്പോൾ സൂര്യൻ നിന്ന് വെളിച്ചം നമ്മൾ ഭൂമിയിലെത്തുന്നു. ഇപ്പോൾ ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് കിട്ടുന്നതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പോൾ ലൈറ്റ് എനർജി എന്നാണ് നമ്മൾ പറയാറ്. ലൈറ്റ് അപ്പോൾ എന്താണ് ഫോം ഓഫ് എനർജി എന്ന്. ഇപ്പോൾ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയ എനർജി പാക്കറ്റുകളായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഒരു ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ ഇന്ന് ലൈറ്റ് പുറത്തു വരുന്നത് ഈ എനർജി പാക്കറ്റുകളാണ്. അപ്പോൾ കൂടുതൽ എനർജി ഒന്നിൽ നിന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ എനർജി പാക്കറ്റുകൾ ട്രാവൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ലൈറ്റായിട്ട് അതിന് തോന്നുന്നത്. ഓക്കെ, അങ്ങനത്തെ ഓരോ എനർജി പാക്കറ്റിനെയും നമ്മൾ പറയുന്ന പേരാണ് ഫോട്ടോൺ. അപ്പോൾ അതാണ് ക്വാണ്ടം തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ലൈറ്റിനെ കുറിച്ച്. ലൈറ്റ് ഈസ് ട്രാവൽഡ് ഇൻ ദ ഫോം ഓഫ് സ്മാൾ പാക്കറ്റ്സ് ഓഫ് എനർജി കാൾഡ് ഫോട്ടോൺ. ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് ചെറിയ എനർജി പാക്കറ്റുകളായിട്ടാണ്. ഓരോ എനർജി പാക്കറ്റുകളെയും നമ്മൾ പറയുന്ന പേരാണ് ഫോട്ടോൺ. അപ്പോൾ ഓരോ ഫോട്ടോണിന് എന്തുണ്ടാവും, അതായത് ഓരോ ഫോട്ടോൺ എനർജി പാക്കറ്റുകളല്ല, അപ്പോൾ അതിന് എന്തുണ്ടാവും, എനർജി ഉണ്ടാവും. അപ്പോൾ എനർജി ഓഫ് ഫോട്ടോൺ കാണാനുള്ള ഇക്വേഷനാണ് E=h². എനർജി ഓഫ് എ ഫോട്ടോൺ E=h². hv എന്നല്ല, അത് ന്യൂ എന്നാണ്. പിന്നെ ഒന്ന് വി എന്നുള്ളതൊന്ന് ചരിച്ചിട്ടാൽ മതി, അല്ലെങ്കിൽ വി എഴുതിയാലും മതി. പക്ഷെ വായിക്കുന്നത് എന്താണ്, E=h². ഇപ്പോൾ ന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഓരോന്നും നമുക്ക് നോക്കാം. E എന്ന് പറഞ്ഞാൽ എനർജി, h എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. അത് നിങ്ങൾ കെമിസ്ട്രിയിൽ കേട്ടിട്ടുണ്ടാവും. h എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ അതിനൊരു വാല്യൂ ഉണ്ടാവും. ദാറ്റ്സ് h=6.63 × 10⁻⁻34 ജൂൾ/സെക്കൻഡ് ആണ്. എച്ചിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6.63 × 10⁻⁻34 ജൂൾ/സെക്കൻഡ് ആണ്. ദെൻ ന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ഫോട്ടോൺ ആണ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഇക്വേഷൻ, E=h². അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെമ്മിൽ ലാസ്റ്റ് മൊഡ്യൂളിൽ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും. വെലോസിറ്റി പറഞ്ഞാൽ ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് ആണ്. V=f ലാംഡ പറഞ്ഞിട്ടൊരു ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ഫോട്ടോൺ ആണ്. അപ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഫോട്ടോണിൻ്റെ വെലോസിറ്റിയാണ്. അപ്പോൾ ഫ്രീക്വൻസി പറഞ്ഞാൽ ഫോട്ടോണിൻ്റെ ഫ്രീക്വൻസി, വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഫോട്ടോണിൻ്റെ വേവ് ലെങ്ത് ആണ്. അപ്പോൾ വെലോസിറ്റി ഓഫ് ഫോട്ടോൺ നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, c ആയിട്ടാണ് എടുക്കുന്നത്. ഫ്രീക്വൻസി നമ്മൾ എന്തായിട്ട് എടുത്തത്, ന്യൂ. അപ്പോൾ ഈ വെലോസിറ്റി ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്തിൽ c നമുക്ക് എന്ത് എഴുതാം, ന്യൂ ലാംഡ പറഞ്ഞിട്ടൊരു ഇക്വേഷൻ എഴുതാം. c എന്ന് പറഞ്ഞാൽ വെലോസിറ്റി, ന്യൂ പറഞ്ഞാൽ ഫ്രീക്വൻസി, ലാംഡ പറഞ്ഞാൽ വേവ് ലെങ്ത്. അപ്പോൾ c ന്യൂ ലാംഡ. അപ്പോൾ അതൊന്ന് ന്യൂ എന്ത് എഴുതാം, ലാംഡ അപ്പുറത്തേക്ക് പോകുമ്പോൾ c/λ എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ കിട്ടും. അപ്പോൾ E=h² എന്നുള്ള നമ്മൾ ആദ്യം എഴുതിയ ഇക്വേഷനിൽ E= എന്ത് കൊടുക്കുക, E=h² എന്നുള്ള ഇക്വേഷനിൽ ന്യൂവിന് പകരം എന്ത് കൊടുക്കുക, c/λ കൊടുക്കുക. അപ്പോൾ E= എന്ത് എഴുതാം, hc/λ എന്ന് എഴുതാം. രണ്ട് ഇക്വേഷനായി ഫോട്ടോണിൻ്റെ എനർജി കാണാം. ഒന്ന് E=h². ഇനി ന്യൂവിന് പകരം c/λ എന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ E= നമുക്ക് അടുത്ത ഇക്വേഷൻ കിട്ടും, hc/λ. ഓക്കെ, ഇവിടെ c എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലൈറ്റും ലാംഡ പറഞ്ഞാൽ വേവ് ലെങ്ത് ഓഫ് ലൈറ്റും, ലൈറ്റ് അല്ലെങ്കിൽ ഫോട്ടോൺ. അതാണ് ക്വാണ്ടം തിയറി ഓഫ് ലൈറ്റ് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി നോക്കുക. ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി പാക്കറ്റുകളായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഓരോ എനർജി പാക്കറ്റിനെയും നമുക്ക് എന്ത് പറയാം, ഫോട്ടോൺ എന്ന് പറയാം. ഓരോ ഫോട്ടോണിൻ്റെയും എനർജിയാണ് എന്ത്, E=h². അതേപോലെ തന്നെ c=ന്യൂ ലാംഡ എന്നുള്ള ഇക്വേഷന് ന്യൂ എന്ത് എഴുതാം, c/λ എന്ന് എഴുതാം. അപ്പോൾ എന്ത് എഴുതാം, hc/λ. അപ്പോൾ E=h² എന്നുള്ളതും E=hc/λ എന്നുള്ളതും എന്താണ്,
എനർജി ഓഫ് ഫോട്ടോൺ കാണാനുള്ള 2 ഇക്വേഷൻസ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഇപ്പോൾ ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലൈറ്റാണ്. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ കറണ്ട്. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണെന്ന് നോക്കാം. When light hits on metals, electrons are emitted from it. This is known as photoelectric effect. അതായത് ലൈറ്റ് വന്ന് മെറ്റലിൽ പതിക്കുന്ന സമയത്ത് അതിന്ന് ഇലക്ട്രോൺസ് പുറത്തോട്ട് വരും. ഓക്കെ, അപ്പോൾ ലൈറ്റ് വന്ന് മെറ്റലിൽ പതിക്കുന്ന സമയത്ത് അതിന്ന് എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് പുറത്തോട്ട് ചാടും. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. Okay, the emitted electrons are known as photoelectrons. അങ്ങനെ പുറത്ത് വരുന്ന ഇലക്ട്രോൺസിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഫോട്ടോ ഇലക്ട്രോൺസ്. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് വന്നിട്ട് മെറ്റലിൽ പതിക്കുന്ന സമയത്ത് ആ മെറ്റൽ എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്യും. ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അങ്ങനെ പുറത്ത് വരുന്ന ഇലക്ട്രോണിന് പറയുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രോൺസ്. ദെൻ നെക്സ്റ്റ് വൺ എക്സ്പെരിമെൻ്റൽ സ്റ്റഡി ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു എഫക്റ്റ് ഉണ്ടോ ഇല്ലയെന്ന് അറിയണം. അതിനുള്ള എക്സ്പെരിമെൻ്റൽ സ്റ്റഡിയാണ് ഇനി പറയുന്നത്. അപ്പോൾ അതിനുള്ള സെറ്റപ്പാണ് ആ പിക്ചറിൽ കാണിക്കുന്നത്. ഓക്കെ, ഒരു ഗ്ലാസ് ട്യൂബ്, അതിൻ്റെ ഉള്ളിൽ ഒരു മെറ്റൽ സി എന്നുള്ള ഒരു മെറ്റൽ പ്ലേറ്റാണ്. അവിടെ നെഗറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്തൊരു വേറെ പ്ലേറ്റ് ഉണ്ട്, അവിടെ എ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ പോസിറ്റീവ് ടെർമിനലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സി ഇവിടെ കാഥോഡായിട്ടും എ ആനോഡായിട്ടുമാണ് ആക്ട് ചെയ്യുന്നത്. കാഥോഡ് നെഗറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്യുന്നതും ആനോഡ് എന്താണ്? പോസിറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ സി ഈസ് ദ കാഥോഡ് ആൻഡ് എ ഈസ് ദ ആനോഡ്. അപ്പോൾ ഇനി ലൈറ്റ് ഫാൾസ് ഓൺ ദ മെറ്റൽ പ്ലേറ്റ്. അപ്പോൾ സി എന്നുള്ള കാഥോഡ് ഒരു മെറ്റൽ പ്ലേറ്റ് ആണ്, അതിൽ വന്നിട്ടാണ് ലൈറ്റ് ഫാൾ ചെയ്യുന്നത്. വെൻ ലൈറ്റ് ഫാൾസ് ഓൺ ദി മെറ്റൽ പ്ലേറ്റ് സി, ഗാൽവനോമീറ്റർ ഷോസ് എ ഡിഫ്ലക്ഷൻ. അപ്പോൾ ആ സർക്യൂട്ടിലൊരു ഗാൽവനോമീറ്റർ ഉണ്ട്. ലൈറ്റ് ഈ മെറ്റൽ പ്ലേറ്റിൽ പതിക്കുന്ന സമയത്ത് ഗാൽവനോമീറ്ററിൽ എന്ത് കാണിക്കുന്നുണ്ട്? ഡിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുവരെ മാറ്റമൊന്നുമില്ല. പതിക്കാത്ത സമയത്ത് ഗാൽവനോമീറ്ററിൽ ഒന്നും കാണിക്കുന്നില്ല. ലൈറ്റ് പതിക്കുന്ന സമയത്ത് മാത്രം ഗാൽവനോമീറ്ററിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫ്ലക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും? കറണ്ട് പാസ്. ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞാൽ കറണ്ട് ഡിറ്റക്റ്റ് ചെയ്യുന്ന ഡിവൈസാണ്. അപ്പോൾ ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിലൂടെ കറണ്ട് പാസ് ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ കറണ്ട് പാസ് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും? ഈ ലൈറ്റ് ഇതിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്ന സമയത്ത്, ഫാൾ ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇലക്ട്രോൺസ് പുറത്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ മെറ്റൽ പ്ലേറ്റിന് എന്ത് ചാർജാണ്? നെഗറ്റീവ് ചാർജാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുറത്ത് വരുന്ന ഇലക്ട്രോണിനും നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഇലക്ട്രോണും ആ നെഗറ്റീവ് ചാർജ് അവിടെ നിൽക്കില്ല. ഇലക്ട്രോണിൻ്റെ റിപ്പൽ ചെയ്യും, എങ്ങോട്ട്? ആനോഡിലോട്ട് തെറിക്കും. അപ്പോൾ ആനോഡ് അത് കളക്ട് ചെയ്യുകയും അത് ആ സർക്യൂട്ടിലൂടെ ഒഴുകുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഗാൽവനോമീറ്ററിൽ എന്ത് കാണിക്കുന്നത്? ഡിഫ്ലക്ഷൻ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഡ്യൂ ടു വെൻ ലൈറ്റ് ഫാൾസ് ഓൺ ദ മെറ്റൽ ഇലക്ട്രോൺസ് ആർ എമിറ്റഡ് ആൻഡ് ഫ്ലോസ് ടു പോസിറ്റീവ് ചാർജ്ഡ് ആനോഡ്. ഇപ്പോൾ ലൈറ്റ് ആ മെറ്റലിൽ പതിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺസ് അതിൽ നിന്ന് എമിറ്റ് ചെയ്യുകയും ആ ഇലക്ട്രോൺസ് എങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നു? പോസിറ്റീവ് ചാർജ്ഡ് ആനോഡിലോട്ട് ഫ്ലോ ചെയ്യുകയും ചെയ്യുന്നു. അതായത് ഇവിടെ എന്ത് നടന്നിട്ടുണ്ടാവും? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടന്നിട്ടുണ്ടാവും. That is the experimental study of photoelectric effect. Okay, then അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പിക്ചർ നോക്കാം. പിക്ചറിൻ്റെ നെഗറ്റീവ് ടെർമിനൽ കാഥോഡും അതാണ് എന്ത് ചെയ്യുന്നത്? ലൈറ്റ് ഫാൾ ചെയ്യാനുള്ള മെറ്റലായിട്ട് നമ്മൾ എടുക്കുന്നത്. പോസിറ്റീവ് ടെർമിനൽ ആനോഡും ആയിട്ട് എടുക്കുന്നു. പിന്നെ ഒരു ഗാൽവനോമീറ്റർ. ലൈറ്റ് കാഥോഡിൽ പതിക്കുന്ന സമയത്ത് ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ട്. അതിന് കാരണം അവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുകയും അവ ആനോഡ് കളക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരിക്കും. അതാണ് ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ കാണിക്കാൻ കാരണം. അതായത് അവിടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടന്നു എന്നതിനുള്ള തെളിവാണ്. ഇപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ മെറ്റലിൽ ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? എമിറ്റ് ചെയ്യുന്നു. ഓക്കെ,
ദെൻ ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ ലോസുകളാണ് 3 അപ്പോൾ നമ്മൾ ലൈറ്റ് വന്ന് ഫാൾ ചെയ്യുന്ന സമയത്ത് ഒരു മെറ്റലിൽ വന്നിട്ട് ലൈറ്റ് തട്ടുന്ന സമയത്ത് ഇലക്ട്രോൺസ് പുറത്ത് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ സമയത്തും ലൈറ്റ് വന്ന് തട്ടുമ്പോൾ ഈ ഇലക്ട്രോൺസ് പുറത്ത് വരില്ല. അതാണ് ഒന്നാമത്തെ ലോ പറയുന്നത്. അതായത് അത്യാവശ്യത്തിനുള്ള എനർജി ഉള്ള ലൈറ്റ് തന്നെ വരണം. അപ്പോൾ എന്ത് ചെയ്യണം? എനർജി E=h ആണ് ഇക്വേഷൻ നമ്മൾ പഠിച്ചു ഫോട്ടോണിൻ്റെ. അതായത് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഫോട്ടോണാണ്. അപ്പോൾ E=h. അതിൽ ന്യൂ പറഞ്ഞാൽ എന്താണ്? ഫ്രീക്വൻസി. h കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഫ്രീക്വൻസിക്ക് അനുസരിച്ചാണ് എനർജിയിൽ മാറ്റം വരിക. അപ്പോൾ ഹൈ എനർജിയിലുള്ള ലൈറ്റാണ് വന്ന് തട്ടുന്നതെന്ന് പറഞ്ഞാൽ ഹൈ ഫ്രീക്വൻസിയിലുള്ള ലൈറ്റായിരിക്കും വന്ന് തട്ടുന്നുണ്ടാവുക. അപ്പോൾ ഒരു മിനിമം ഫ്രീക്വൻസിയിലെങ്കിലും ലൈറ്റ് വന്നാൽ മാത്രമേ ഏത് എഫക്റ്റ് നടക്കുകയുള്ളൂ? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കുകയുള്ളൂ. ആ മിനിമം ഫ്രീക്വൻസിക്കാണ് നമ്മൾ ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ലോ എന്താ പറയുന്നത്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ്സ് ഓൺ ഫ്രീക്വൻസി. ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നാണല്ലോ ഇന്ന് മനസ്സിലാവുന്നത്. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ, ദ മിനിമം ഫ്രീക്വൻസി റിക്വയർഡ് ഫോർ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഈസ് നോൺ ആസ് ത്രഷോൾഡ് ഫ്രീക്വൻസി. അതായത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കാൻ ഒരു മിനിമം ഫ്രീക്വൻസി ആവശ്യമാണ്. ആ മിനിമം ഫ്രീക്വൻസിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ത്രഷോൾഡ് ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് നടക്കുകയുള്ളൂ? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കുകയുള്ളൂ. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് രണ്ടാമത്തെ ലോ നോക്കാം. ദ നമ്പർ ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺസ് ഡിപ്പെൻഡ്സ് ഓൺ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. അപ്പോൾ എന്താണ് ഇൻറ്റൻസിറ്റി? ഇപ്പോൾ ഒരു ഫോട്ടോൺ വരുന്നു, 2 ഫോട്ടോൺ വരുന്നു, 3 ഫോട്ടോൺ, 4, അങ്ങനെ കൂടി വരികയാണ്. അപ്പോൾ 10 ഫോട്ടോൺ വരികയാണെങ്കിൽ ഇൻറ്റൻസിറ്റി കൂടുതലാണെന്ന് പറയാം. ഇപ്പോൾ 20 ആണെങ്കിലോ ഇൻറ്റൻസിറ്റി അതിലേറെ കൂടുതലാണ് അല്ലേ? തീവ്രത കൂടുതലാണ്. അപ്പോൾ 100 ഫോട്ടോൺ തന്നെ ഒരു സെക്കൻഡിൽ ഒന്നായിട്ട് വരികയെന്ന് വെച്ചാൽ അപ്പോൾ എന്താണ്? ഹൈ ഇൻറ്റൻസിറ്റി ആണ്. ഫ്രീക്വൻസി അതല്ല. ഫ്രീക്വൻസി പറഞ്ഞാൽ എന്താണ്? എനർജി ഓഫ് എ ഫോട്ടോൺ ആണ്. ഓക്കെ. അപ്പോൾ ദ നമ്പർ ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺസ് ഡിപ്പെൻഡ്സ് ഓൺ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആദ്യം നമ്മൾ പറഞ്ഞ ഫ്രീക്വൻസീനെ ഡിപ്പെൻഡ് ചെയ്യും. ഇനി എന്തിനേയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഇൻറ്റൻസിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇപ്പോൾ ഹൈ എനർജിയിലൊരു ഫോട്ടോൺ വന്നിട്ട് മെറ്റലിൽ തട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോൺ അതിന് തെറിക്കും. ഇനി അതിൻ്റെ എനർജി എത്ര 100 മടങ്ങ് കൂടിയാലും അതിനെന്ത് ചെയ്യാനേ കഴിയുള്ളൂ? ഒരു ഇലക്ട്രോണിനെ തെറിപ്പിക്കാനേ കഴിയുള്ളൂ. മനസ്സിലാവുണ്ടോ? അതായത് ഒരു ഫോട്ടോണിന് എത്ര ശക്തിയോടെ വന്നാലും മെറ്റലിന് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ? ഒരു ഇലക്ട്രോണിനെ തെറിപ്പിക്കാനേ കഴിയുള്ളൂ. അപ്പോൾ 2 ഫോട്ടോൺ വന്നാലോ 2 എണ്ണം തെറിക്കും. അതാണ് നമ്മൾ പറയുന്നത് ദ നമ്പർ ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺസ് ഡിപ്പെൻഡ്സ് ഓൺ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. ഇപ്പം ഇൻറ്റൻസിറ്റി കൂടുന്നതിനനുസരിച്ച് പുറത്ത് വരുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണവും എന്ത് ചെയ്യും? കൂടും. ഓക്കെ. ദ നമ്പർ ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺസ് ഡിപ്പെൻഡ്സ് ഓൺ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. അതാണെന്ത്? രണ്ടാമത്തെ ലോ. ഇനി മൂന്നാമത്തെ, ദ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഈസ് ആൻ ഇൻസ്റ്റൻറ്റേനിയസ് പ്രോസസ്സ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എങ്ങനത്തെ പ്രോസസ്സാണ്? ഇൻസ്റ്റൻറ്റേനിയസ് പ്രോസസ്സ്. ഇൻസ്റ്റൻറ്റേനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നടക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മളെന്ത് പറയുക? ഇൻസ്റ്റൻറ്റേനിയസ് എന്ന് പറയുന്നത്. ആ ടൈമിൽ അറ്റ് എ ടൈം. അപ്പോൾ പറയാൻ കാരണം ഫോട്ടോൺ വന്ന് തട്ടിക്കഴിഞ്ഞാൽ ആ സമയം തന്നെ എന്ത് ചെയ്യും? ഇലക്ട്രോൺ പുറത്ത് വരും. ഓക്കെ. അതാണ് ഇൻസ്റ്റൻറ്റേനിയസ് പ്രോസസ്സ്. അപ്പോൾ 3 ലോസ് ആണുള്ളത്. ഒന്നാമത്തെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്? ഫ്രീക്വൻസീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ എന്താണ്? ഇൻറ്റൻസിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ അത് ഒരു ഇൻസ്റ്റൻറ്റേനിയസ് പ്രോസസ്സാണ്. അപ്പോൾ ഫ്രീക്വൻസീനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഒരു മിനിമം ഫ്രീക്വൻസി ഉണ്ടെങ്കിലേ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കുകയുള്ളൂ. ആ ഫ്രീക്വൻസിക്ക് പറയുന്ന പേരാണ് ത്രഷോൾഡ് ഫ്രീക്വൻസി. രണ്ടാമത്തെ എന്താ പറയുന്നത്? ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ചാണ് നമ്പർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് നമ്പർ ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺസ് ഡിപ്പെൻഡ്സ് ഓൺ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. പുറത്ത് വരുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ. പിന്നെ മൂന്നാമത്തെ ഇറ്റ് ഈസ് എ ഇൻസ്റ്റൻറ്റേനിയസ് പ്രോസസ്സാണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ,
ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. അടുത്ത് നമ്മൾ നോക്കുന്നത് ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷനാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇപ്പോൾ ഇതുവരെ പറഞ്ഞതൊക്കെ ഓർമ്മ ഉണ്ടാവണം, എന്നാലേ ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ വെൻ എ ഫോട്ടോൺ ഓഫ് എനർജി, ഒരു ഫോട്ടോണിൻ്റെ എനർജി h ആണ്, ഈസ് ഫാളിങ് ഓൺ എ മെറ്റൽ. ഒരു മെറ്റലിൽ പതിക്കുമ്പോൾ ഈ h എന്നുള്ള എനർജി ഉപയോഗിച്ചിട്ടായിരിക്കും ഒരു ഇലക്ട്രോൺ പുറത്തോട്ട് വരുന്നത്, അല്ലേ? അല്ലാതെ ഒരു മെറ്റലും ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഇങ്ങനെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നില്ലല്ലോ. ഫോട്ടോൺ വന്ന് തട്ടുമ്പോൾ, അതായത് h എന്നുള്ള എനർജിയിലുള്ള ഒരു ഫോട്ടോൺ വന്നിട്ട് ഈ മെറ്റലിൽ തട്ടുന്ന സമയത്ത് ഈ h എന്നുള്ള എനർജി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, ആ ഇലക്ട്രോൺ അതിൽ നിന്ന് വേറിടും. അതായത് ആ മെറ്റലിൽ നിന്ന് എന്ത് ചെയ്യും, ഇലക്ട്രോൺ രക്ഷപ്പെടും. അപ്പോൾ h ഒരു ഭാഗം എന്ത് ചെയ്തു, ഇലക്ട്രോൺ വേറിടാൻ വേണ്ടി ഉപയോഗിച്ചു. അപ്പോൾ അത് ഇനി ബാക്കി എനർജി ഇഞ്ഞുകൊണ്ട് വിചാരിക്കുക, h ഇഞ്ഞും എനർജി ബാക്കിയുണ്ട്. ബാക്കിയുള്ള എനർജി കൊണ്ട് എന്ത് ചെയ്യും, ഇലക്ട്രോൺ അവിടുന്ന് തെറിക്കും. ആ ഇലക്ട്രോൺ തെറിക്കുമ്പോൾ അതിന് ഏത് എനർജി ആയിരിക്കും, കൈനറ്റിക് എനർജി ആയിരിക്കും. അപ്പോൾ ഒരു ഫോട്ടോൺ വന്ന് തട്ടുന്ന സമയത്ത് ഫോട്ടോണിൻ്റെ എനർജി ഒന്ന് എന്തിനു വേണ്ടിയിട്ടാണ്, ഇലക്ട്രോൺ അതിന് എസ്കേപ്പ് ചെയ്യാനും ബാക്കി വരുന്നത് അതിൻ്റെ എന്ത് എനർജിക്കും വേണ്ടി ഉപയോഗിക്കുന്നു, കൈനറ്റിക് എനർജിക്കും വേണ്ടി ഉപയോഗിക്കുന്നു. അതെന്നാണ് നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കുന്നത്, ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. അപ്പോൾ നോക്കാം. വെൻ എ ഫോട്ടോൺ ഓഫ് എനർജി h ഈസ് ഫാളിങ് ഓൺ എ മെറ്റൽ, എ പാർട്ട് ഓഫ് എനർജി ഈസ് യൂസ്ഡ് ബൈ ഇലക്ട്രോൺ ടു എസ്കേപ്പ് ഫ്രം മെറ്റൽ ആൻഡ് ദ റിമൈനിങ് പാർട്ട് ഈസ് യൂസ്ഡ് ഫോർ ഇറ്റ്സ് കൈനറ്റിക് എനർജി. അപ്പോൾ ഒരു ഭാഗം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, മെറ്റലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇനി ബാക്കിയുള്ളതോ അതിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ എസ്കേപ്പ് ഫ്രം മെറ്റൽ, അതിൻ്റെ ബ്രാക്കറ്റിൽ നമ്മൾ വർക്ക് ഫങ്ഷൻ ഫൈ എന്ന് പറഞ്ഞിട്ടൊരു ലെറ്റർ എഴുതിയിട്ടുണ്ട്. വർക്ക് ഫങ്ഷൻ ഫൈ എന്ന് പറഞ്ഞാൽ വർക്ക് ഫങ്ഷനെ സൂചിപ്പിക്കുന്ന ലെറ്ററാണ്. അപ്പോൾ വർക്ക് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് എക്സാമിന് ചോദിക്കും വാട്ട് ഈസ് മീൻ ബൈ വർക്ക് ഫങ്ഷൻ. വർക്ക് ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റലിൽ നിന്ന് ഇലക്ട്രോണിന് രക്ഷപ്പെടാൻ ആവശ്യമായ എനർജിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, വർക്ക് ഫങ്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എ പാർട്ട് ഓഫ് എനർജി ഈസ് യൂസ്ഡ് ബൈ ഇലക്ട്രോൺ ടു എസ്കേപ്പ് ഫ്രം മെറ്റൽ, ദാറ്റ് ഈസ് നോൺ ആസ് വർക്ക് ഫങ്ഷൻ. ഫൈ ഉപയോഗിക്കുന്ന ലെറ്ററാണ് ഇത് ഫൈ. അപ്പോൾ എസ്കേപ്പ് ചെയ്തു അല്ലേ, അപ്പോൾ എസ്കേപ്പ് ചെയ്യാൻ ആവശ്യമായ എനർജിക്കാണ് എന്ത് പറയുന്നത്, വർക്ക് ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ദ എനർജി റിക്വയർഡ് ഫോർ ആൻ ഇലക്ട്രോൺ ടു എസ്കേപ്പ് ഫ്രം എ മെറ്റൽ ഈസ് നോൺ ആസ് വർക്ക് ഫങ്ഷൻ ഫൈ. അപ്പോൾ h എന്നുള്ള എനർജിയാണ് എന്തായി മാറുന്നത്, എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, ഒന്ന് വർക്ക് ഫങ്ഷന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇനി ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്താവും, ഇലക്ട്രോണിന് കൈനറ്റിക് എനർജി ആയിട്ട് കിട്ടും. ആ ഇലക്ട്രോൺ അപ്പോൾ അവിടുന്ന് തെറിച്ച് പോകും. അപ്പോൾ ഇക്വേഷനായി h ഈക്വൽ ടു 5 + ke എന്ന് എഴുതാം. കാരണം h ഈക്വൽ ടു h ഒരു ഭാഗം എന്തിനു വേണ്ടി ഉപയോഗിച്ചു, രക്ഷപ്പെടാൻ, ദാറ്റ് ഈസ് വർക്ക് ഫങ്ഷൻ. ബാക്കിയുള്ളത് എന്തിനു വേണ്ടി ഉപയോഗിച്ചു, കൈനറ്റിക് എനർജിക്ക് വേണ്ടി ഉപയോഗിച്ചു. അപ്പോൾ h ഈക്വൽ ടു 5 + ke. ഇനി അടുത്ത് ശ്രദ്ധിക്കുക, ഇപ്പോൾ ന്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരു ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കണമെങ്കിൽ മിനിമം ഫ്രീക്വൻസി വേണം, അതിനെയാണ് നമ്മൾ ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ν0 ഈസ് ദ ത്രഷോൾഡ് ഫ്രീക്വൻസി. ν0 നമ്മൾ എന്തായിട്ട് എടുക്കുക, ത്രഷോൾഡ് ഫ്രീക്വൻസി ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ഓക്കെ. അപ്പോൾ ν0 ഈക്വൽ ടു ത്രഷോൾഡ് ഫ്രീക്വൻസി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഫൈ ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, hν0 എന്ന് എഴുതാം. അതെങ്ങനെ എഴുതുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ h ഈക്വൽ ടു 5 + ke എന്ന് എഴുതി. അപ്പോൾ ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കാൻ ആവശ്യമായ മിനിമം ഫ്രീക്വൻസിയാണ്. അപ്പോൾ മിനിമം ഫ്രീക്വൻസി ഉപയോഗിച്ചിട്ട് എന്തേ ചെയ്യാൻ പറ്റുള്ളൂ, ഇലക്ട്രോണിന് രക്ഷപ്പെടാനേ പറ്റുള്ളൂ. പിന്നെ അതിന് എന്തെങ്കിലും എനർജി ബാക്കി ഉണ്ടാവുമോ, മിനിമമാണ്. ഓക്കെ. അപ്പോൾ കൈനറ്റിക് എനർജി എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ ആദ്യം എഴുതിയ ഇക്വേഷനിൽ നോക്കിയാൽ മതി, h ഈക്വൽ ടു 5 എന്ന് വരും. അപ്പോൾ എന്താണ്, കൈനറ്റിക് എനർജി 0 ആണ്. അപ്പോൾ മിനിമം എനർജി ആകുമ്പോൾ h എന്തായിരിക്കും, hν0 ആയിരിക്കും. കാരണം ν0 ആണെന്ത്, ത്രഷോൾഡ് ഫ്രീക്വൻസി. അപ്പോൾ hν0 ഈക്വൽ ടു 5 എന്ന് എഴുതാം. അപ്പോൾ 5 ഈക്വൽ ടു എന്ത് എഴുതാം, hν0. മനസ്സിലാവണ്ട? ത്രഷോൾഡ് ഫ്രീക്വൻസി ആവുന്ന സമയത്ത് നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി, ത്രഷോൾഡ് ഫ്രീക്വൻസി ആവുന്ന സമയത്ത് പിന്നെ കൈനറ്റിക് എനർജി കിട്ടാനുണ്ടാവില്ല, കാരണം മിനിമം ഫ്രീക്വൻസിയാണ്. അപ്പോൾ 5 ഈക്വൽ ടു hν0. അപ്പോൾ 5ക്കുള്ള ഇക്വേഷനായി.
ഫൈ ഈക്വൽ ടു എന്തായി എച്ച് ന്യൂ സീറോ. അപ്പോൾ ആ ഇക്വേഷൻ മുകളിലത്തെ ഇക്വേഷനിൽ ഫൈക്ക് പകരം എച്ച് ന്യൂ സീറോ ആണ് കൊടുക്കുക. അപ്പോൾ എച്ച് ന്യൂ ഈക്വൽ ടു എച്ച് ന്യൂ സീറോ പ്ലസ് കെ എന്ന് വരും. ഓക്കെ, എച്ച് ന്യൂ ഈക്വൽ ടു എച്ച് ന്യൂ സീറോ പ്ലസ് കെ ഇ. അപ്പോൾ അതാണ് ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. അപ്പോൾ ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ചോദിച്ചാൽ അത് വരെ എഴുതിയാൽ മതി. ഇനി നമ്മൾ അതിൻ്റെ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ കാണാനാണ് താഴെ വരെ കാണുന്നത്. ഓക്കെ, അപ്പോൾ എച്ച് ന്യൂ ഈക്വൽ ടു എച്ച് ന്യൂ സീറോ പ്ലസ് കെ ഇ എന്നുള്ളതാണ് എന്ത് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ഓക്കെ, ഇനി നമ്മൾ അതിനെ സോൾവ് ചെയ്തിട്ട് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ, അതായത് പുറത്തോട്ട് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി കാണാനാണ്. അപ്പോൾ കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ഹാഫ് എം ഇ സ്ക്വയർ ആണ്. അപ്പോൾ എച്ച് ന്യൂ ഈക്വൽ ടു എച്ച് ന്യൂ സീറോ പ്ലസ് ഹാഫ് എം ഇ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, എച്ച് ന്യൂ ഈക്വൽ ടു എച്ച് ന്യൂ സീറോ പ്ലസ് ഹാഫ് എം ഇ സ്ക്വയർ. അതിന് ഹാഫ് എം ഇ സ്ക്വയർ ഈക്വൽ ടു എന്തെഴുതാം, എച്ച് ന്യൂ സീറോ അപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ സീറോ എന്ന് എഴുതാം. അതിൽ എച്ച് കോമൺ ആണ്. അപ്പോൾ ഹാഫ് എം ഇ സ്ക്വയർ ഈക്വൽ ടു എച്ച് ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ സീറോ എന്ന് എഴുതാം. ഹാഫ് എം ഇ സ്ക്വയർ ഈക്വൽ ടു ഒന്ന് വി സ്ക്വയർ ആണ്. ഹാഫ് എം ഇ സ്ക്വയറിലുള്ളത് വെലോസിറ്റിയാണ്, പക്ഷേ ഇപ്പുറത്തുള്ളത് ന്യൂ മൈനസ് ന്യൂ സീറോ ആണ്, മാറരുത്. ദെൻ വി സ്ക്വയർ ഈക്വൽ ടു ഹാഫ് എം ഇ സ്ക്വയറിൽ ബൈ 2 ആണ് അല്ലേ. അപ്പോൾ 2 മുകളിലോട്ടും പോവും, എം താഴോട്ടും വരും. അപ്പോൾ 2h ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ സീറോ ബൈ എം എന്ന് വരും. ദെൻ വി ഈക്വൽ ടു, അപ്പോൾ ഇത് വി ആണ്, വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ആണ്. വി ഈക്വൽ ടു റൂട്ട് 2h ന്യൂ മൈനസ് ന്യൂ സീറോ ബൈ എം എന്ന് വരും. അതാണ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഞാൻ വീണ്ടും പറയാം, ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതുവരെ എഴുതി നിർത്താം, എച്ച് ന്യൂ ഈക്വൽ ടു എച്ച് ന്യൂ സീറോ പ്ലസ് കെ ഇ വരെ എഴുതിയാലും മതി. ഇനി നിങ്ങളോട് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ചോദിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഇക്വേഷൻ. അപ്പോൾ പ്രോബ്ലം ചെയ്യാനൊക്കെ നമുക്ക് ഈ ഇക്വേഷൻ ആവശ്യം വരും. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടി, വി ഈക്വൽ ടു റൂട്ട് 2h ന്യൂ മൈനസ് ന്യൂ സീറോ ബൈ എം എന്ന് കിട്ടി. ഇനി വേണമെങ്കിൽ നമുക്ക് അതിനൊന്നും കൂടി മാറ്റി എഴുതാം. ഇപ്പോൾ ഈ പറഞ്ഞ ഇക്വേഷൻ തന്നെ വി ഈക്വൽ ടു റൂട്ട് 2. അപ്പോൾ ഈ റൂട്ട് കംപ്ലീറ്റ് ആണ് കേട്ടോ, മൊത്തം റൂട്ട് ഉണ്ട് 2. എച്ച് ന്യൂവിന് പകരം എന്തെഴുതാം, ഇ എന്ന് എഴുതാം. ഓക്കെ, നമ്മൾ പഠിച്ചാണ് ഇ ഈക്വൽ ടു എച്ച് ന്യൂ. അപ്പോൾ എച്ച് ന്യൂവിന് പകരം ഇ എന്ന് എഴുതി. ഇനി ഒരു എച്ച് ന്യൂ സീറോ ഉണ്ട്, ആ എച്ച് ആണ് മൾട്ടിപ്ലൈ ചെയ്താൽ തന്നെ കിട്ടും, അതാണ്. അപ്പോൾ എച്ച് ന്യൂ സീറോയ്ക്ക് പകരം എന്താ എഴുതാം, 5. അപ്പോൾ ഇ മൈനസ് 5 ഡിവൈഡഡ് ബൈ എം. അതാണ് ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷനും വെലോസിറ്റി ഓഫ് ഇലക്ട്രോണും കാണാനുള്ള 2 ഇക്വേഷൻസ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ഫോട്ടോണിൻ്റെ എച്ച് ന്യൂ എന്നുള്ള എനർജി ഒന്ന് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, ഇലക്ട്രോണിനെ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇനി ബാക്കി വരുന്നതോ അതിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ എച്ച് ന്യൂ ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, 5 + k. അതായത് രക്ഷപ്പെടാൻ ആവശ്യമായ എനർജിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എച്ച് ന്യൂ ഈക്വൽ ടു എന്ത് എഴുതാം, 5 + k. ഇനി ത്രെഷോൾഡ് ഫ്രീക്വൻസി ആവുന്ന സമയത്ത് കൈനറ്റിക് എനർജി കിട്ടില്ല. അപ്പോൾ ത്രെഷോൾഡ് ഫ്രീക്വൻസി ന്യൂ സീറോ ആയിട്ട് എടുക്കുമ്പോൾ 5 ഈക്വൽ ടു എന്ത് എഴുതാം, എച്ച് ന്യൂ സീറോ എന്ന് എഴുതാം. അപ്പോൾ എച്ച് ന്യൂ ഈക്വൽ ടു എന്ത് എഴുതാം, എച്ച് ന്യൂ സീറോ + k. ദാറ്റ് ഈസ് ദ ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ ഒന്ന് എഴുതാം, എച്ച് ന്യൂ ഈക്വൽ ടു എച്ച് ന്യൂ സീറോ + k എന്നിട്ടിട്ട് ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എന്ന് എഴുതാം. ഇനി നമ്മളതിന് കൈനറ്റിക് എനർജിയിൽ നിന്ന് വെലോസിറ്റി കാണാനുള്ള ഇക്വേഷനാണ് ഡിറൈവ് ചെയ്യുന്നത്. ദെൻ എച്ച് ന്യൂ ഈക്വൽ ടു എച്ച് ന്യൂ സീറോ പ്ലസ് ഹാഫ് എം ഇ സ്ക്വയർ. ദെൻ ഹാഫ് എം ഇ സ്ക്വയർ ഈക്വൽ ടു എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ സീറോ. ഹാഫ് എം ഇ സ്ക്വയർ ഈക്വൽ ടു എച്ച് കോമൺ ആണ്, അപ്പോൾ എച്ച് ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ സീറോ. ദെൻ വി സ്ക്വയർ ഈക്വൽ ടു 2h ന്യൂ മൈനസ് ന്യൂ സീറോ ബൈ എം. വി ഈക്വൽ ടു റൂട്ട് ഓഫ് കംപ്ലീറ്റ് റൂട്ടിലാണ് 2h ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ സീറോ ബൈ എം. അതിനൊന്നുകൂടി മാറ്റാം, വി ഈക്വൽ ടു റൂട്ട് 2. എച്ച് ന്യൂവിന് പകരം ഇ, എച്ച് ന്യൂ സീറോന് പകരം 5. അപ്പോൾ 2 റൂട്ട് 2 ഇ മൈനസ് 5 ഡിവൈഡഡ് ബൈ എം. ദാറ്റ് ഈസ് ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ആൻഡ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഫോട്ടോ ഇലക്ട്രിക് സെൽ. എന്താണ് ഫോട്ടോ ഇലക്ട്രിക് സെൽ എന്നാണ്? It is a device used for converting light energy into electrical energy by photoelectric effect. ലൈറ്റ് എനർജീനെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന
ഡിവൈസുകളെയൊക്കെ നമുക്കെന്ത് പറയാം, ഫോട്ടോ ഇലക്ട്രിക് സെൽ എന്ന് പറയാം. ഓക്കെ, അതായത് അപ്പോൾ അതിൻ്റെ പിറകിലുള്ള പ്രിൻസിപ്പിൾ ഏതാണ്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റാണ്. അപ്പോൾ ഈ ലൈറ്റ് എനർജീനെ എന്താക്കി മാറ്റുന്നതാണ് ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ 3 ടൈപ്പ് ഫോട്ടോ ഇലക്ട്രിക് സെല്ല് ഉണ്ട്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫോട്ടോ എമിസീവ് സെല്ല്, ഫോട്ടോ വോൾട്ടായിക് സെല്ല്, ഫോട്ടോ കണ്ടക്റ്റീവ് സെല്ല്. അപ്പോൾ ഫോട്ടോ എമിസീവ് സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അത് എന്താണ് വിശദീകരിച്ച് നിങ്ങൾ പഠിക്കുന്ന വേണ്ട. അപ്പോൾ ഒരു എക്സാമ്പിൾ അറിഞ്ഞാൽ മതി. ഫോട്ടോ എമിസീവ് സെല്ല് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വാക്വം ട്യൂബ് മാതിരിയാണ്. അപ്പോൾ അതിൽ നമ്മൾ ലൈറ്റ് വന്ന് തട്ടുമ്പോൾ എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നു. അത് വെച്ച് വർക്ക് ചെയ്യുന്നതാണ് എന്ത്, ഫോട്ടോ എമിസീവ് സെല്ല്. ഫോട്ടോ എമിസീവ്, അതായത് ഫോട്ടോൺ വന്ന് തട്ടുന്നു, ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്നു, ദാറ്റ് ഈസ് ഫോട്ടോ എമിസീവ് സെൽ. ഫോട്ടോ വോൾട്ടായിക് സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് വന്ന് തട്ടുന്ന സമയം തന്നെ എന്ത് ചെയ്യുന്നു, ഡയറക്റ്റായിട്ട് അതിനെന്ത് ചെയ്യുന്നു, ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. That is photovoltaic cell. Then next one photo conductive cell ആണ്. അപ്പോൾ അതെന്താ വെച്ചാൽ ലൈറ്റ് വന്ന് തട്ടുന്ന സമയത്ത് റെസിസ്റ്റൻസിന് മാറ്റം വരികയും അതുപയോഗിച്ച് വർക്ക് ചെയ്യുകയും ചെയ്യുന്നതാണെന്ത്, ഫോട്ടോ കണ്ടക്റ്റീവ് സെൽ. അപ്പോൾ ഇതിലൊക്കെ എന്തെന്നെ ചെയ്യുന്നത്, ലൈറ്റ് എനർജീനെ എന്ത് ചെയ്യുകയാണ്, ഇലക്ട്രിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് അതൊക്കെ ഫോട്ടോ ഇലക്ട്രിക് സെല്ലുകളായിട്ട് വരുന്നത്. അതിന് 3 എക്സാമ്പിളാണ് ഫോട്ടോ എമിസീവ് സെല്ല്, ഫോട്ടോ വോൾട്ടായിക് സെല്ല്, ദെൻ ഫോട്ടോ കണ്ടക്റ്റീവ് സെൽ. ദെൻ നെക്സ്റ്റ് വൺ, ആപ്ലിക്കേഷൻസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അതായത് നമ്മളിപ്പോൾ പഠിച്ച ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ ആപ്ലിക്കേഷൻസ്. ഒന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും, സോളാർ പാനൽ അല്ലേ. സോളാർ പാനലുകൾ എന്തിനു വേണ്ടിയിട്ടാണ്, ലൈറ്റ് ഉള്ളപ്പോഴാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ. സൂര്യപ്രകാശത്തിന് എന്താക്കി മാറ്റുന്നു, ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന സോളാർ പാനൽ. അതിലുള്ള അതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ എന്താണ്, വർക്കിംഗ് എന്താണ്, ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ, ടു കൺവേർട്ട് ലൈറ്റ് എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ ലൈറ്റ് എനർജീനെ എന്താക്കി മാറ്റുന്ന ഇലക്ട്രിക്കൽ എനർജി. അതായത് സോളാർ പാനലിൻ്റെ മാതിരി തന്നെയാണ്. അപ്പോൾ എന്താണ്, അതിന് വേറെ എവിടെയെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിലും സോളാർ പാനലിലല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, ലൈറ്റ് എനർജീനെ എന്താക്കി കൺവേർട്ട് ചെയ്യാം, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വൺ, ബർഗ്ലർ അലാം. ബർഗ്ലർ അലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ബർഗ്ലർ അലാം എന്ന് പറഞ്ഞാൽ കള്ളനെ പിടിക്കുന്ന അലാറം, അതാണ് അതിൽ നിന്നാണ് വരുന്നത്. അതായത് എന്ത് ചെയ്യും, ഈ ലൈറ്റ് എന്ത് ചെയ്യും, പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിനെന്തെങ്കിലും തടസ്സം വരുന്ന സമയത്ത് ആ അലാറം എന്ത് ചെയ്യും, സൗണ്ട് വരും. ഓക്കെ, അതാണ് എന്ത്, ബർഗ്ലർ അലാം എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് അപ്ലൈ ചെയ്യുന്നത്. ദെൻ ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റ്. അപ്പോൾ രാത്രിയൊക്കെ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സെൻസ് ചെയ്ത് മനസ്സിലാക്കൂലേ, എന്താണ് ലൈറ്റ് ഇല്ലാതാവുമ്പോൾ. അപ്പോൾ ലൈറ്റ് ഇല്ലാതാവുമ്പോൾ സെൻസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റ്. അത് രാത്രിയാകുമ്പോൾ കത്തും. ഓക്കെ, വെളിച്ചം വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഓഫ് ആവും ചെയ്യും. ദെൻ റീപ്രൊഡക്ഷൻ ഓഫ് സൗണ്ട് ഇൻ സിനിമ ഫിലിം. സിനിമ ഫിലിമിന്ന് എന്ത് ചെയ്യാണ്, സൗണ്ട് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും അതിൻ്റെ ആപ്ലിക്കേഷനാണ്. ഏതൊക്കെ, സോളാർ പാനൽസ്, പിന്നെ ടു കൺവേർട്ട് ലൈറ്റ് എനർജി ടു ഇലക്ട്രിക്കൽ എനർജി, ബർഗ്ലർ അലാം, ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റ്, റീപ്രൊഡക്ഷൻ ഓഫ് സൗണ്ട് ഇൻ സിനിമ ഫിലിം. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മൾ ക്വാണ്ടം തിയറി ആൻഡ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പറയുന്നത്. അപ്പോൾ ക്വാണ്ടം തിയറി എന്തിനായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ പഠിക്കുന്നത്, ലൈറ്റിനായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. ലൈറ്റ് പറഞ്ഞാൽ എന്താണ്, ടൈനി പാർട്ടിക്കിളാണ്, എനർജീൻ്റെ ടൈനി പാർട്ടിക്കിളായിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഓരോ പാക്കറ്റ്സിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, പറയുന്നു ഫോട്ടോൺ എന്ന് പറയുന്നു. അപ്പോൾ ആ ഫോട്ടോൺ എന്നുള്ള ഐഡിയ വെച്ചിട്ടാണ് ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോട്ടോണിൻ്റെ എനർജി എന്താണ്, E=h ആണ്. അതിനെ മാറ്റിയിട്ട് നമുക്ക് എന്ത് എഴുതാം, E=hc/λ എന്ന് എഴുതാം. അപ്പോൾ 2 ഇക്വേഷനും അറിയണം, പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുണ്ടാവും. E=h അല്ലെങ്കിൽ E=hc/λ.
ദെൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് മെറ്റലിൽ തട്ടുന്ന സമയത്ത് ഇലക്ട്രോൺസ് പുറത്തു വരുന്നതാണെന്ത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അതിൻ്റെ എക്സ്പെരിമെൻ്റൽ സ്റ്റഡി ലൈറ്റ് വന്ന് തട്ടുമ്പോൾ ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ കാണിക്കുന്നു. അതിനുള്ള കാരണം എന്താണ്? അവിടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടന്നു എന്നുള്ളതാണ്. ദെൻ ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, അതായത് 3 കാര്യങ്ങളാണ്. ഒന്ന് ഫ്രീക്വൻസീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, മറ്റൊന്ന് ഇൻറ്റൻസിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, മറ്റേ ഇൻസ്റ്റൻറ്റേനിയസ് പ്രോസസ്സാണ്. ഇത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എപ്പോഴും നടക്കില്ല. ഒരു മിനിമം എനർജിയിലുള്ള ലൈറ്റെങ്കിലും വരണം. ആ മിനിമം ഫ്രീക്വൻസിക്കാണെന്ന് പറയുന്നത് ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഒരു ഫോട്ടോണിന് ഒരു ഇലക്ട്രോണിനെ മാത്രമേ പുറന്തള്ളാൻ കഴിയുള്ളൂ. അപ്പോൾ 2 ഫോട്ടോൺ വരികയാണെങ്കിൽ 2 എണ്ണം. അതായത് ഇൻറ്റൻസിറ്റി കൂടുന്നതിനനുസരിച്ച് നമ്പർ ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? കൂടും. ദെൻ ഇറ്റ് ഈസ് ഇൻസ്റ്റൻറ്റേനിയസ് പ്രോസസ്സ്. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് നടക്കുന്ന പ്രോസസ്സാണ്. ദെൻ നെക്സ്റ്റ് ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ഒരു ഫോട്ടോണിൻ്റെ എനർജി h ആണ്. അത് വർക്ക് ഫംഗ്ഷന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇനി എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ആ എനർജി എന്ത് ചെയ്യും? കൈനറ്റിക് എനർജി ആയിട്ട് അതിന് കിട്ടും. ദാറ്റ് ഈസ് h = 5 + ke. ദെൻ 5 = h0 എന്ന് എഴുതാം. എന്തുകൊണ്ട് എഴുതാം? കാരണം μ0 പറഞ്ഞാൽ ത്രെഷോൾഡ് ഫ്രീക്വൻസിയാണ്. ആ സമയത്ത് എന്തുണ്ടാവില്ല? കൈനറ്റിക് എനർജി 0 ആയിരിക്കും. അപ്പോൾ h0 = 5 എന്ന് വരും. ദാറ്റ് ഈസ് 5 = h0. അത് ആ ഇക്വേഷനിൽ കൊടുക്കുക. ദാറ്റ് ഈസ് h0 + k. ദാറ്റ് ഈസ് ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ദെൻ നമ്മൾ അതിന് എന്ത് ചെയ്യാണ്? വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഡിറൈവ് ചെയ്യണം. ദാറ്റ് ഈസ് v = √2hv - μ - μ0/m. then v = √2e - 5/m. ഓക്കെ. ദെൻ ഫോട്ടോ ഇലക്ട്രിക് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന 3 ടൈപ്പ് ഫോട്ടോ ഇലക്ട്രിക് സെല്ലുണ്ട്. ഫോട്ടോ എമിസീവ് സെൽ, ഫോട്ടോ വോൾട്ടായിക് സെൽ, ദെൻ ഫോട്ടോ കണ്ടക്റ്റീവ് സെൽ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് അപ്ലിക്കേഷൻസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഫസ്റ്റ് വൺ സോളാർ പാനലിൽ ഉപയോഗിക്കുന്നു. ദെൻ നെക്സ്റ്റ് വൺ ടു കൺവേർട്ട് ലൈറ്റ് എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. രണ്ടും ഒന്ന് തന്നെയാണ് സോളാർ പാനലിൽ. ഇനി അതിലല്ലാതെ നമുക്കും എന്ത് ചെയ്യാം? ലൈറ്റ് എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ദെൻ ബർഗ്ലർ അലാം, ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റ്, ദെൻ റിപ്രൊഡക്ഷൻ ഓഫ് സൗണ്ട് ഇൻ സിനിമ ഫിലിം. അപ്പോൾ അതല്ലാതെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ചിലരൊക്കെ കേട്ടിട്ട് കുറേ അപ്ലിക്കേഷൻസൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നത് എഴുതാം. ഓക്കെ. ഒരു മിനിമം ഒരു 5 എണ്ണമെങ്കിലും അറിഞ്ഞിരിക്കണം ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെക്ഷൻ ലേസർ ആയിരുന്നു. ഇനി അടുത്ത് നമ്മളിപ്പോൾ പഠിച്ച ക്വാണ്ടം തിയറിയാണ്. ഇനി ഒരു സെക്ഷനും കൂടി ഉണ്ട് ഈ മൊഡ്യൂളിൽ. ദാറ്റ് ഈസ് ന്യൂക്ലിയർ ഫിസിക്സ് എന്ന് പറഞ്ഞ ഭാഗം. അപ്പോൾ അത്രയും കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പ്രോബ്ലംസ് വേണം. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്തൊക്കെ ക്വാണ്ടം തിയറീൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഓക്കെ. താങ്ക് യു.